ആരോഗ്യം എന്നാൽ എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയുന്ന ഒരു നിർവചനമുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതായത് മാനസികമായും ശാരീരികമായും സാമൂഹികമായുമുള്ള ഒരു വെൽബീയിങ്ങിനാണ്, നല്ല അവസ്ഥയ്ക്കാണ് സത്യം പറഞ്ഞാൽ ആരോഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോമിറ്റി. രോഗമില്ലാത്ത അവസ്ഥക്ക് അല്ല ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നർത്ഥത്തിൽ, മാനസികമായും ശാരീരികമായും സാമൂഹികമായും മെച്ചപ്പെട്ടിരിക്കുന്ന നല്ല അവസ്ഥയിൽ ഉള്ളവർ, അതിനാണ്, ആ അവസ്ഥയ്ക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാര്യമായി പരിഗണിക്കപ്പെടാതെ പോകുന്ന ചില ആളുകളുണ്ട്. അതായത് കരിയറിൽ നല്ല വിജയമായിരിക്കും, പഠിച്ച് നല്ല റാങ്കൊക്കെ നേടി ഡോക്ടറായിട്ടുണ്ടാകും, അല്ലെങ്കിൽ M.Tech പാസ്സായിട്ടുണ്ടാകും, നല്ല ജോലിയൊക്കെ ഉണ്ടാകും. പക്ഷേ ലൈഫിൽ അവർ പരാജയമായിരിക്കും. അതായത് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ആ ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ജോലിയുണ്ട്, ശമ്പളമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, സംവിധാനങ്ങളുണ്ട്, ജോലി വീട്, ജോലി വീട്, ഇതിനപ്പുറത്തൊരു ഫാമിലി, ഫ്രണ്ട്സ്, സോഷ്യൽ ലൈഫ് ഒന്നുമില്ലാത്ത കുറേ ആളുകൾ കാണാം. അവിടെ സംബന്ധിച്ചിടത്തോളം എന്ത് ആനന്ദമാണുള്ളത്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ നമ്മുടെ ഔദാര്യമല്ല, ബാധ്യതയാണ്. എല്ലാവരും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം പറയുന്നത് അതിൻ്റെ ആരോഗ്യപരമായ വശമാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ജീവിതം ഇല്ലാത്ത, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിതമായിട്ട് പോകുന്ന ആളുകൾ ദേ ഡൈ ഏർലിയർ. അവർ നേരത്തെ മരിച്ചു പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് വേഗം നര വന്ന്, വാർദ്ധക്യം ബാധിച്ച്, അല്ലെങ്കിൽ രോഗങ്ങൾ വന്ന് വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്നത് കാണാം. സോഷ്യൽ ലൈഫ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് നേരത്തെയുള്ള മരണത്തിനും ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടുത്ത് വളരെ ദൈർഘ്യമേറിയ ഒരു പഠനം ഏതാനും മുമ്പ് അവർ പൂർത്തീകരിക്കുകയുണ്ടായി. അതായത് 80 വർഷക്കാലം നീണ്ടു നിന്നൊരു വലിയ പഠനം. ഒരുപക്ഷെ ആ പഠനം തുടങ്ങിയ ആളുകൾ ജീവിച്ചിരിപ്പിന് പോലും ഇല്ല അത് അവസാനിക്കുന്ന സമയത്ത്. അവരുടെ നെക്സ്റ്റ് ജൂനിയേഴ്സോ നെക്സ്റ്റ് ജനറേഷനൊക്കെയാണ് ആ വലിയ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ആരാണ് കൂടുതൽ കാലം ജീവിക്കുന്നത്, നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നത് ആരാണ്, എന്താണ് അതിൻ്റെ കാരണം എന്നതാണ് അവർ ആ പഠനത്തിൽ അവർ കണ്ടെത്താൻ ശ്രമിച്ചത്. എന്നിട്ട് പ്രധാനമായ 3 കാര്യങ്ങൾ അവർ എണ്ണി പറയുന്നുണ്ട്. ഒന്ന്, ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ. മറ്റൊന്ന്, ഫ്രണ്ട്സും, ആ ഫാമിലിയിൽ തന്നെ മക്കളുമായിട്ടുള്ളതും കുടുംബത്തിൽ മൊത്തത്തിലുള്ളതും വേറെ വേറെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് ജീവിച്ച ആളുകൾ. മൂന്നാമതായിട്ട്, സമൂഹവുമായിട്ട്, സൊസൈറ്റിയുമായിട്ട് നന്നായി സമയം ചെലവഴിച്ച് ജീവിച്ച ആളുകൾ. ഈ 3 ആളുകൾക്ക് ആയുസ് കൂടുതലുള്ളതായും ഈ 3 ആളുകളും ജീവിതത്തിൻ്റെ ടിൽ ദ എൻഡ് ദേ വർ ഹാപ്പി, വളരെ സന്തോഷത്തോടു കൂടി ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവർ ജീവിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുക, അല്ലെങ്കിൽ ആരോഗ്യകരമായി മരണം വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് റാങ്ക് കിട്ടിയത് കൊണ്ടോ, പദവികൾ കിട്ടിയത് കൊണ്ടോ, ശമ്പളം കിട്ടിയത് കൊണ്ടോ മാത്രമാവില്ല. ആനന്ദകരമായ കുടുംബജീവിതം, സുഹൃത്തുക്കളുമായിട്ടുള്ള ഏത് പ്രായത്തിലാണെങ്കിലും സുഹൃത്തുക്കളുമൊത്തുള്ള ഉല്ലാസകരമായ സമയങ്ങൾ, അതേപോലെ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല നല്ല സമയങ്ങൾ, അത് പലതരത്തിലാവാം. ഈ 3 ഘടകങ്ങൾ കൂടെ ചേരുമ്പോഴാണ് ഒരാളുടെ ആരോഗ്യകരമായ, നേരത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർവചനത്തിൽ അവസാനം പറഞ്ഞ ആ സാമൂഹ്യപരമായ ആരോഗ്യാവസ്ഥ അല്ലെങ്കിൽ സുഖകരമായ അവസ്ഥ കൂടെ ചേരുമ്പോഴാണ് ഒരാളുടെ ആരോഗ്യം പൂർണ്ണമാകുന്നത് എന്നുള്ള ആ ഒരു സോഷ്യൽ ഒരു വെൽബീയിങ്ങും കൂടെ, അതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് നാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആരോഗ്യമുള്ള, സോഷ്യലി കൂടെ ഹെൽത്തുള്ള ആളുകളായി നമുക്ക് മാറാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബി വിത്ത് us, watch and subscribe Happy Life TV.